Hi friends, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റൻ ഐഡിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വെറൈറ്റി സംഭവമാണ്. എന്നുവെച്ചാൽ ഒരു മരത്തിൻ്റെ ലുക്ക് എന്നല്ല, മരം പോലത്തെ ഒരു അടിപൊളി ഒരു വീട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണണം അല്ലേ. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് എല്ലാവരും ഭൂരിപക്ഷം പേര് നമ്മൾ വീഡിയോ കമൻറ്റ് അടിക്കാണ്ടാണ് പോവാറ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി അഭിപ്രായങ്ങൾ എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് പോയി കമൻറ്റ് അടിക്കുക. ഞാൻ എന്തായാലും മറുപടി ഉറപ്പായിട്ടും മറുപടി ആയിരുന്നായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ടായാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടതാണ് നമ്മളെ ഉപയോഗശൂന്യമായ ചെറിയ പെയിൻറ്റിൻ്റെ ബക്കറ്റ് എന്നല്ല, ചെറിയ ടിന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സാധാരണ കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ച ടിന്ന് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ വെക്കുക. എന്നിട്ട് ഒരു പേന സ്കെച്ച് എന്തെങ്കിലും എടുത്തിട്ട് ആ റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതുപോലെ 2 കഷ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 കഷ്ണം അടയാളപ്പെടുത്തി കറക്റ്റ് നമ്മൾ അതുപോലെ വെട്ടിയെടുക്കണം. വെട്ടുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ കാണിക്കണം. അപ്പോൾ നിങ്ങൾ സാവധാനത്തിൽ വെട്ടി നല്ല റൗണ്ടാക്കി കറക്റ്റ് റൗണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണം ഒരുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് കഷ്ണം നല്ല സ്ക്വയർ രൂപത്തിൽ നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരളവ് കട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അളവ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പല പാത്ര ടിന്ന് എടുക്കണത് പല അളവാരനാണ് കറക്റ്റായിട്ട് അളവ് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം ഈ ഒരു അളവ്. അതായത് ഇപ്പോൾ ഈ ബക്കറ്റിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സ്ഥലം ഞാൻ വിട്ടിട്ടുണ്ട്. ഈ വിട്ട സ്ഥലം പോലെ തന്നെ അപ്പുറത്തും ഈ സെയിം സ്ഥലം സ്പേസ് വിട്ടിട്ട് വേണം നമുക്ക് ബക്കറ്റ് സെൻറ്ററിൽ പാട്ട സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അളവിൻ്റെ ഏകദേശം അളവിൽ കറക്റ്റാക്കി വെക്കാം. പിന്നെ നമ്മൾ ഇപ്പം ഇതുപോലെ ഞാൻ കൈ കൊണ്ട് ഈ കാർഡ്ബോർഡ് ഞെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡിൻ്റെ കട്ടി കുറയാനുണ്ട്. കാർഡ്ബോർഡിൻ്റെ കട്ടി കുറഞ്ഞാലേ നമുക്കിത് വളക്കാൻ പറ്റുള്ളൂ. നമുക്കിത് വളച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് മൊത്തം ഞെക്കി ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഞെക്കി കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കാർഡ്ബോർഡും ഫുള്ള് അമർത്തി കൊടുത്ത് നമ്മൾ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് റൗണ്ട് വരുള്ളൂ. അല്ലാണ്ട് ബക്കറ്റ് പാട്ടം വെച്ച് ചുറ്റി കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൈ പിടിച്ച് ആദ്യം ഇതുപോലെ ചുറ്റാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് രൂപ ആയിട്ടുണ്ട്. എന്നിട്ട് ആ ബക്കറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് ഹോട്ട് ഗ്ലൂ വേണ്ട, പക്ഷേ ഹോട്ട് ഗ്ലൂ ഇല്ലാത്തൊരു സൂപ്പർ ഗ്ലൂ ഏതെങ്കിലും പക്ഷേ വെച്ച് ഒട്ടിക്കുക. സൂപ്പർ ഗ്ലൂ ആയിരിക്കും കുറച്ചുകൂടി നല്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ ഗ്ലൂ പറഞ്ഞ് ഹോട്ട് ഗ്ലൂ ഇല്ലാത്തൊരു സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എൻ്റെ ഹോട്ട് ഗ്ലൂ ഉള്ളതായിരുന്നു ഞാൻ ഹോട്ട് ഗ്ലൂ കൊണ്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ ഹോട്ട് ഗ്ലൂ വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് പശു വേണമെങ്കിലും വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ല കട്ടിയിൽ ഹോട്ട് ഗ്ലൂ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം അടിയിൽ ഒട്ടിച്ച് വെക്കണം. അടിയിൽ അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്ന പോലെ ഒട്ടിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇപ്പം ശരിക്കും ഒട്ടിയുണ്ട്. അതിനുശേഷം നമുക്ക് കത്രികയോ ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒരു ത്രികോണ രൂപത്തിൽ ചെറിയ പീസുകളായിട്ട് വീഡിയോയിൽ കാണുന്ന വിധത്തിൽ ഏകദേശം ഒരു അളവ് ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അതുപോലെ 2 വശവും ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് ഏകദേശം ഈ കട്ടിയിലുള്ളതായാലും മതി. അപ്പോൾ വന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനത്തെ ഏത് ഷേപ്പ് എന്നുള്ളത്. അപ്പോൾ കണ്ടോ, ഈ ഷേപ്പിലാണ് നിങ്ങൾ വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതും ചുറ്റി റൗണ്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വിരലും വെച്ചാണ് ചുറ്റാണ്. അപ്പോൾ ഇതുപോലെ വിരലും എന്തെങ്കിലും പേനങ്ങനെ വെച്ചിട്ട് ചുറ്റി ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് റൗണ്ടാക്കി ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ ഇല്ലാത്തൊരു സൂപ്പർ ഗ്ലൂ എന്ത് വെച്ചാൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് സാധനം ഒട്ടിയിരുന്നാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഒട്ടിച്ച് വെക്കാം. ഇത് വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ച് വെക്കാം. ഇതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പുകക്കുഴലുണ്ടാവില്ല, അതാണ് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചേക്കണ്. എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പുകക്കുഴൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഏകദേശം ഇതുപോലൊരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ കട്ട് ചെയ്യണ കാണിക്കാത്തത് വേറൊന്നും ഉണ്ടല്ല,
വീഡിയോക്ക് ലെങ്ത്ത് കുറച്ചും കൂടി കൂടുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഷേപ്പ് മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡോറ് ഇതൊരു വീട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ കാണേണ്ട പോലെ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതും ഹോട്ട് ഗ്ലോ ഏതിലും പശയെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാതെ പിന്നെ രണ്ടാമത് വിട്ടു വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇതുപോലുള്ള ചെറിയ കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും പശ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു റാ ഷേപ്പ് നമ്മൊരു കാർഡ്ബോർഡ് കൂടി കട്ട് ചെയ്തെടുക്കണം. അത് അതെ ഇതാണ് കാർഡ്ബോർഡ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒരെണ്ണം കൂടി എടുക്കണം. അത് കുറച്ചും കൂടി തള്ളി നിൽക്കാനായിട്ട് നമ്മൾ അങ്ങനെ ആദ്യം ഒരു കാർഡ്ബോർഡ് ഉള്ളിൽ ഒട്ടിച്ച് അപ്പോൾ അതും ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എൽ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡും കൂടിയും ഇപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ ഒരു കാർഡ്ബോർഡും കൂടി വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോക്ക് ലെങ്ത് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തായാലും മനസ്സിലാവും. അതുപോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് വീഡിയോ കണ്ട പോലെ ഇതുപോലെ ഹോട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം രണ്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്തിരുന്നില്ല. 2 റൗണ്ടും ഈ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് വീഡിയോ കാണുന്ന പോലെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഒട്ടിക്കുന്നത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 2 സൈഡും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വെച്ചാൽ ഏകദേശം ഈ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മറ്റു ഡോറുകളുടെ രൂപത്തിലോ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ രൂപത്തിൽ കട്ട് ചെയ്തേക്കണേ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്ററിലൊരു ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കത്രിക കൊണ്ട ബ്ലേഡ് കൊണ്ട് എന്തെങ്കിലും കൊണ്ടും അത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഈ രൂപത്തോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ഡോറ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഡോറ് അതും ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക ബാക്കിലായിട്ട്. എന്നിട്ട് അതുപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ ചെരിവൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു എൽ ഷേപ്പിൽ കൂടി നമ്മൊരു കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതെന്തെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് കയറാൻ പടി വേണ്ടേ, ആ പടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു കഷ്ണം കൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതും ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫിറ്റിങ്സ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വീടിനൊക്കെ ആദ്യം പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് പുട്ടി അടിക്കില്ലേ, ആ വാൾക്കയർ പുട്ടി എടുത്തിട്ട് പൊടി. ഇപ്പം ഞാൻ എൻ്റെ പൊടിയാണുള്ളത്. ഇത് കടയിൽ നിന്ന് പേസ്റ്റ് രൂപത്തിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ കിട്ടണവർ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് പൊടി കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പൊടി എടുക്കുന്നത്. അപ്പോൾ പൊടിയെന്ന് എന്താണ് അഥവാ നിങ്ങൾക്കും പൊടി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊടി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കടയിൽ പേസ്റ്റ് രൂപത്തിലാണ് സാധാരണ വേറെ വരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഇഷ്ടത്തിന് എന്തോരം വെള്ളം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പേസ്റ്റ് രൂപം ആവണവരെ നിങ്ങൾ വെള്ളവും ഈ പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേ ഇപ്പം ഇതുപോലെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് പേസ്റ്റ് രൂപമായിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പെയിൻറ്റിങ് ബ്രഷ് എടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച പുട്ടിയും ഉണ്ടാക്കി വെച്ച നമ്മളെ വീടും കൂടി എടുത്തിട്ട് അതുമ്പോൾ നമ്മൾ പുട്ടിയിട്ട് കൊടുക്കാം. പുട്ടിയിട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് മരത്തിൻ്റെ ഇതാക്കി എടുക്കണം, മരം പോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ പുട്ടിയിരുന്ന്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നത് സ്പീഡിലാണ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫുള്ള് പുട്ടി അടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പുട്ടി അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീടിന് ഫുള്ളും പുട്ടി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ വീട്ടിൽ ഓരോന്നൊക്കെ കുത്തി തിന്നാനായിട്ട് ഒരു കയ്യിലുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ ഇപ്പം തന്നെ ഒരു മരത്തിൻ്റെ ലുക്ക് ഏകദേശം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ അതിന് വേണ്ടി തന്നെയാണ്. എന്നുവെച്ചാൽ മരത്തിൻ്റെ ലുക്കാണ് നമ്മൾ അതിന് വരുത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നമ്മളെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ മരത്തിൻ്റെ ലുക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലായിടത്തും വരച്ചു കൊടുക്കുക. ഫുള്ള് പുട്ടിട്ട ശേഷം നമ്മൾ 2 മണിക്കൂർ ഉണങ്ങാൻ വെക്കണം. പുട്ടിട്ടിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഏകദേശം കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് ഉണങ്ങിയപ്പോൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു പെയിൻറ്റ് എടുക്കാം, വെള്ള പെയിൻറ്റ്, എമുലേഷനാണിത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ
ഈ പുട്ടിയുടെ മേലിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കളർ അടിച്ച് കഴിഞ്ഞാൽ ശരിക്കാവില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പെയിൻ്റ് അടിക്കുന്നത്. വെള്ള പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കളറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആദ്യം വൈറ്റ് എമുലേഷൻ എടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു വുഡ് സ്റ്റെയിനർ എടുത്തിട്ട്, വുഡ് സ്റ്റെയിനർ എന്ന് വെച്ചാൽ കടയിൽ പെയിൻറ്റ് കടയിൽ ചോദിച്ചാൽ കിട്ടും. ഇത് വാൾനട്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റം തീപ്പെടുന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ അതിൽ വെച്ചാൽ നമ്മൾ മരത്തിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പെയിൻറ്റ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ നമ്മളൊരു പെയിൻറ്റ് പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാത്രം മതി, കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രഷ് നമ്മൾ എടുത്ത് വെച്ച ബ്രഷ് മുക്കിയിട്ട് വീഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് പെയിൻ്റ് അടിച്ച് പൊളിക്കാം. ചില ഫുള്ള് എല്ലാ ഭാഗത്താവണം കേട്ടോ. എല്ലാ ഭാഗത്തായില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ചിലവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മരത്തിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കളർ അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കടുപ്പിച്ചും അങ്ങനെയൊക്കെ ആക്കിയിട്ട് മരത്തിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ നിങ്ങൾ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ സ്പീഡിലേക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. അപ്പോൾ ഇതുപോലെ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വുഡിൻ്റെ കളർ ഫുൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ യെല്ലോ മഞ്ഞ എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരത്തിന് ഉൾഭാഗം ഒരു ചെറിയ മഞ്ഞപ്പായിരിക്കുമല്ലോ കളറ്, മരത്തിൻ്റെ ഉൾഭാഗം പുറത്താണല്ലോ ശരിക്കും കാപ്പി കളർ ഉണ്ടാവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞെടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊന്ന് കടുപ്പാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ ഷേപ്പിൽ മരത്തിൻ്റെ റൗണ്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. യെല്ലോ രണ്ട് ഭാഗത്തും നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് മഞ്ഞ കളറ് ഫുള്ള് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമുക്കൊരു ജനലുടെ ഒരു ലുക്ക് വരാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തേക്കണ പച്ച കളർ പെയിൻ്റാണ്. അപ്പോൾ അത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നിലത്ത് പുല്ലിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച പെയിൻ്റ് അടിക്കണത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ട് പച്ച പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഗ്രീൻ കളർ ഫുൾ അടിച്ച ശേഷം നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആയിരിക്കും കുറച്ചുകൂടി നല്ല. എനിക്ക് റെഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ അടിക്കുന്നത്. റെഡ് അടിച്ചാൽ അടിപൊളിയാണ്, അപ്പോൾ അടിപൊളിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബ്ലൂ ആണ് അടിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും പോയിട്ട് കമൻറ്റ് അടിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ ആയിരുന്നു, എനിക്ക് ഉറപ്പാണ് റിപ്ലൈ വരും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഇനിയും ഞാൻ ഇതിലും നല്ല അടിപൊളി തകർപ്പൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇതിലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.